ഗായ്സ്, അപ്പോൾ നമ്മളൊരു മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ വർത്തമാനം പറയുമ്പോൾ റൂമിലെ ഫാനിൻ്റെ ശബ്ദവും അതുവരെ ഇവിടുത്തെ ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കും. ഇതായിട്ട് നമ്മുടെ മൈക്ക് തുറന്ന് കാണിച്ചു തരാം. ആദ്യം അതിന് തുറക്കുമ്പോൾ ഒരു യൂസർ മാനുവൽ ഉണ്ടാവും, കാരണം ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. ഈ മൈക്കുള്ളതാണ്, ട്രാൻസ്മീറ്റർ മൈക്കിനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യുന്ന ഈ സാധനം റിസീവറായിട്ടാണ്. പിന്നെ ഒരു ഐഫോണിൻ്റെ ഒരു ജാക്കും കിട്ടും. പിന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സി ടൈപ്പ് ചാർജറാണ്. ചാർജർ എന്ന് പറഞ്ഞാൽ USB പിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഒരു സി ടൈപ്പ് USB പിന്ന് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈവ് ഷോ, അവർ ഇൻ്റർവ്യൂ, ബ്ലോഗൊക്കെ ചെയ്യാനാണ്. വളരെ വിലക്കുറവാട്ടോ. ഇത് 200 ചില്ലറ രൂപയായിട്ടുള്ളൂ ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഒറിജിനൽ വില എന്ന് പറഞ്ഞാൽ 1000 ചില്ലറ രൂപേൻ്റെ അടുത്ത് വരും. ഇതാട്ടോ റിസീവർ. ഇതൊരു സാധാരണ സി ടൈപ്പ് പിന്നാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ ഐഫോണിൻ്റെ ജാക്ക് കണക്ട് ചെയ്താലാണ് ഐഫോണിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ മൈക്ക്. ഇതാണ് കേട്ടോ ഐഫോണിൻ്റെ പിന്നെ. ഈ ജാക്ക് അതിൽ കണക്ട് ചെയ്താൽ മാത്രമേ ഫോണിൽ സപ്പോർട്ട് ആവുള്ളൂ. ഇതാണ് നമ്മുടെ ട്രാൻസ്മീറ്റർ മൈക്കാണ് നമ്മൾ ട്രാൻസ്മീറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഇതൊരു USB പിന്നെ കിട്ടും ചാർജ് ചെയ്യാൻ. അതൊരു സി ടൈപ്പ് പിന്നാണ്. ഇനി നമ്മുടെ മൈക്ക് വെച്ചുള്ള വോയിസ് എത്രത്തോളം ക്ലിയർ ആണെന്ന് നോക്കാം. നമ്മുടെ ഫാനിൻ്റെ ശബ്ദമൊക്കെ അത് ഹൈഡ് ചെയ്യുമോ എന്ന് നോക്കാം. നമുക്ക് നേരെ ഇനി മൈക്ക് കണക്ട് ചെയ്യാം. നമ്മൾ മൈക്ക് എടുത്തിട്ട് ഇത് ഹോൾഡ് ചെയ്യണം. ഓക്കെ, ഫോണായിട്ട് കണക്ട് ചെയ്യണം. ഇതിന് നമുക്ക് ബ്ലൂടൂത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി പിന്നെ ഫോണിൽ കണക്ട് ചെയ്യണേ. ഒറ്റയ്ക്കാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ബട്ടൺ കണ്ടോ? ഈ ബട്ടൺ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓൺ ആവുന്നതാണ്. അതിൽ 3 വട്ടം ഹോൾഡ് ചെയ്യുമ്പോൾ ഇത് തനി ഓഫ് ആവുന്നതാണ്. ഇപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്. ഫോണായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഗ്രീൻ ലൈറ്റ് മാത്രമായിട്ട് കത്തിക്കും. ഇതിന് ബ്ലൂടൂത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഫോണായിട്ട് കണക്ട് ആവുന്ന പറഞ്ഞാൽ ചില ഫോണുകളിൽ സപ്പോർട്ട് ആവാത്ത ഫോണുകൾ ഓപ്പൺ ക്യാമറ ഡൗൺലോഡ് ചെയ്താൽ ഈ മൈക്ക് സപ്പോർട്ട് ആവുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്ന വോയിസ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് നോക്കാം. നമ്മൾ ആദ്യം കേട്ട് പറഞ്ഞ് നമ്മുടെ ഫോണിൻ്റെ സാധാരണ മൈക്ക് ഉപയോഗിച്ചാണ്. ഇത് നമ്മൾ ഈ കുഞ്ഞു മൈക്ക് ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഇത് കുഞ്ഞിനാന്ന് പറഞ്ഞാലും പോരാട്ടോ, ഇതിന് ഭയങ്കര കൃത്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മൈക്കിൽ കൂടെ കേൾക്കുമ്പോൾ ഫാനിൻ്റെ ശബ്ദങ്ങളൊക്കെ അത് മ്യൂട്ട് ചെയ്യും. അവർ പുറത്തുള്ള ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ പരമാവധി കുറയ്ക്കാൻ നോക്കും. കുഞ്ഞാണെങ്കിൽ സാധനം അടിപൊളി സാധനമാണ്. കാരണം 200 ചില്ലറ രൂപയ്ക്ക് മൈക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. മാർക്കറ്റ് പ്രൈസിൽ ഒരു 1000 ചില്ലറ രൂപേൻ്റെ അടുത്ത് ഇതിന് വിലയുണ്ട്. അപ്പോൾ ഈ മൈക്കിൽ കൂടെ കേൾക്കുന്നതിൻ്റെ എത്രത്തോളം വോയിസിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചെറിയ ചെറിയ വോയിസുകളൊക്കെ ഇത് മ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൂടെ കേൾക്കാൻ സാധിക്കും. നമ്മൾ ആദ്യം മൊബൈലിൽ സംസാരിച്ച വോയിസും നമ്മുടെ മൈക്കിൽ കൂടെ സംസാരിക്കുന്ന വോയിസും തമ്മിൽ വ്യത്യാസം അത് ഭയങ്കര പറയാൻ പറ്റില്ല. കാരണം ചെറിയ വിലേൻ്റെ സാധനമാണെങ്കിൽ സാധനം കിട്ടിക്കുന്ന സാധനമാണ്. ബിൽഡ് ക്വാളിറ്റി പറഞ്ഞാൽ അടിപൊളി. കാരണം പക്ക പറയാതിരിക്കാൻ പറ്റില്ല, കാരണം സെറ്റാണ് സാധനം. പിന്നെയെന്ന് പറഞ്ഞാൽ അതിൽ ചെറിയൊരു പോരായ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഇതും കൂടെ വേണമായിരുന്നു. സാധാരണ നമ്മുടെ USB പിന്നെ കൊടുക്കുന്ന പിന്നും കൂടെ വരണമായിരുന്നു നോർമൽ ഫോണുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. അതും കൂടി ഉണ്ടായിരുന്ന സാധനം പക്ക സെറ്റായനെ. ഇതിൻ്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സി ടൈപ്പ് ചാർജറിന്റെ പിന്നാണ് വരിക. പിന്നെ നമ്മുടെ ഐഫോണിന്റെ ചാക്ക് കൊടുക്കാൻ വേണ്ടി അത് വരും. ഇപ്പം ഇറങ്ങുന്ന ഫോണുകളൊക്കെ അതുകൊണ്ടായിരിക്കും കൂടുതൽ ആൾക്കാർ ഐഫോണൊക്കെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഐഫോണിന്റെ പിന്നും കൊടുക്കാൻ കാരണം. പിന്നെ സി ടൈപ്പ് ഇപ്പം ഇറങ്ങുന്ന മിക്ക ഫോണുകളിലും സി ടൈപ്പ് ചാർജർ വരുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ കൊടുത്തേക്കുന്നത്. എന്നാലും മറ്റേ ഒരു പിന്നും കൂടി ഉണ്ടെങ്കിൽ സാധനം സെറ്റായനെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ തൽക്കാലം നിർത്താൻ സമയമായിരിക്കുന്നു. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല് വീഡിയോയ്ക്ക്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ എല്ലാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഇനി നമുക്ക് കണ്ടുപിട്ടാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റിൻ ഒഫീഷ്യൽ എന്ന പേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.